അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു കിച്ചൺ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ചോറ് വെക്കാനായിട്ട് ഞാൻ കലത്തിൽ വെള്ളം എടുത്ത് ഗ്യാസ് കത്തിച്ചൊന്ന് വെക്കുകയാണ്. വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് അരി കഴുകി ഒന്ന് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടപ്പ് വെച്ചിട്ട് നമുക്കൊന്നത് മൂടി വയ്ക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഞാൻ നമസ്കരിച്ച് വന്നതിന് ശേഷം ഇതൊന്ന് റൈസ് കുക്കറിലോട്ടൊന്ന് ഇറക്കി വയ്ക്കും. ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ് വെന്ത് നല്ല പാകമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു പാലെടുത്തിട്ടുണ്ട് ചായ ഇടാനായിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ മത്തി ഇരിപ്പുണ്ട്. അത് മത്തിന്ന് ഫ്രൈ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. മത്തിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഐസ് കട്ടയായിട്ടിരിക്കും. വെള്ളം ഒഴിച്ചൊന്ന് എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ രാവിലെ തന്നെ എല്ലാവർക്കും കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഒരു കലം വെള്ളം തിളപ്പിക്കുന്ന ഇപ്പോഴത്തെ അടുപ്പിൽ രാവിലത്തേക്ക് ചായക്ക് വെക്കുകയാണ്. പാല് പൊങ്ങാറായി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള തേയിലിട്ട് കൊടുക്കാം. ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. ഇതിൽ ചായക്ക് ഒഴിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചിനാണ് പടവലങ്ങ തോരൻ. ഇനി അതിനെ ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ്. ക്ലീനാക്കി കഴിഞ്ഞ് പടവലങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടവലങ്ങയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇന്ന് ഇതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ പടവലങ്ങ തോരത്തിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് താളിക്കാൻ പോവുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുകും 2-3 വറ്റൽ മുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പടവലങ്ങയുടെ പച്ചക്കറി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ തീയലിന് വേണ്ടി മലക്കറി തീയലാണ് വയ്ക്കുന്നത്. മലക്കറി തീയലിലോട്ട് ഞാൻ മലക്കറിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് മൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ആദ്യം കൂട്ടി വയ്ക്കുക. എന്നാലേ നല്ല പച്ചക്കറിയൊക്കെ വെന്ത് പാകമായിട്ടിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത റെഡിയാക്കുമ്പോൾ എന്ന് വെച്ചാൽ മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല ഇവിടെ റെഡിയാക്കിയതിന് വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് ചതച്ച് ഇടുന്ന മസാല പൊടിയുടെ കൂടെ ഒന്ന് ഇതും കൂടി ചേർക്കും. നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് തീയലിനുള്ള അരപ്പ് റെഡിയാക്കിയതിനും കുറച്ച് പെരിഞ്ചീരകവും അരപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇച്ചിരി മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പച്ചക്കറി അങ്ങനെ നല്ല വെന്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് അതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ അതിലേക്കൊന്ന് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം.
മീൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അടുപ്പിൽ. അങ്ങനെ തീരെ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇതിൽ താളിക്കാനായിട്ട് ഒരു കുഞ്ഞു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കടുകും മുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇടനേരം കഴിക്കാനായിട്ട് മധുരക്കിഴങ്ങാണ് അടുത്തായിട്ട് അതിൽ ചെയ്യാൻ പോകുന്നത്. നല്ല ഹെൽത്തി ഫുഡാണ് മധുരക്കിഴങ്ങ്. അങ്ങനെ അത് പുഴുങ്ങാനാണ് അതിൽ പാത്രം വെച്ചിരിക്കുന്നത്. 2 മധുരക്കിഴങ്ങ് എടുത്താണ് കട്ട് ചെയ്ത് പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് നേരം മതി ഒന്ന് അടച്ച് വെച്ച് നല്ല രീതിയിൽ ഒന്ന് പുഴുങ്ങി അത് റെഡിയാകും. അങ്ങനെ തീയൽ റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ പോകാനുള്ളവർക്ക് വേണ്ടിയിട്ട് 2 ചെറിയ ബൗളിൽ തീയൽ കോരയാണ്. ചീനിക്കിഴങ്ങും കൂടി കൊടുത്ത് അയക്കുന്നുണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ചീനിക്കിഴങ്ങ് കൊടുക്കുന്നത്, ഇടനേരം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടെ കൊടുത്തയക്കും. അത് കഴിഞ്ഞിട്ട് ചോറ് കോരാൻ പോകുന്നു. ഫ്രൈ ചെയ്ത മത്തിയും കൂടെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. റെഡിയാക്കിയ പടവലങ്ങ തോരനും പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി അച്ചാറും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. ഞാനും ഉമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. രാവിലെ തന്നെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കഴിക്കാനായിട്ട് പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ക്ലീനിങ്. കിച്ചൺ ക്ലീൻ ആക്കുന്നതാണ് അടുത്ത പരിപാടി. കുറച്ച് പാത്രങ്ങളുണ്ട്, അത് ഞാൻ കഴുകാൻ പോവുകയാണ്. പാത്രം കൂടെ കഴിഞ്ഞാൽ കിച്ചണിൻ്റെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആവും. അങ്ങനെ പാത്രമൊക്കെ കഴുകി ഞാൻ അടുത്ത് ഗ്യാസ് അടുപ്പ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫൈനലി കിച്ചൺ ക്ലീനാക്കി കഴിഞ്ഞു. എൻ്റെ കിച്ചൺ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. ബൈ.